Hi students. So, our classes continue. Okay, listen here. So, we will discuss illustration 1. And the illustration 1 analysis the tabular form and enter the following transactions in the journal of Bhagwat and Son. താഴെ തന്നിരിക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസ് ഉണ്ട്. ആ ട്രാൻസാക്ഷൻസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് ഏത് തരം ട്രാൻസാക്ഷൻ. അത് നമ്മൾ ഫസ്റ്റ് വൺ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് വൺ എന്തായിരുന്നു? തരുൺ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 1 lakh. സോ അതിന്റെ ജേർണൽ എൻട്രി നമ്മൾ എഴുതി, ഡെബിറ്റ് എഴുതി, ക്രെഡിറ്റ് എഴുതി, ഡേറ്റ് എഴുതി, പെർട്ടിക്കുലേഴ്സ് എഴുതി, നരേഷൻ എഴുതി. നരേഷൻ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചത്, അപ്പൊ ആ ട്രാൻസാക്ഷൻ തന്നെ എടുത്ത് എഴുതിയാൽ മതി. എന്ത്? തരുൺ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് 1 lakh ബ്രാക്കറ്റിൽ തന്നെ എഴുതിയാൽ മതി. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്താ? ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ് 20,000. സോ 20,000 രൂപയ്ക്ക് എന്ത് ചെയ്തു? ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അപ്പൊ ഇവിടെ നോക്കണേ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നത്? ജനുവരി 2 അപ്പൊ നോക്കണേ ക്യാഷ് കുറയോ കൂടും? കുറയും. കാരണം പൈസ കൊടുത്തിട്ട് മേടിച്ചു, ക്യാഷ് കുറയും. പർച്ചേസ് കൂടി. പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എക്സ്പെൻസ് അക്കൗണ്ടാണ്. അപ്പൊ നോക്കണേ പർച്ചേസ് എന്ന് പറയുന്ന ഒരു ചെലവാണ്, എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. സോ പർച്ചേസ് കൂടി, ക്യാഷ് കുറഞ്ഞു. അപ്പൊ അതിന്റെ എൻട്രി എങ്ങനെ വരിക നോക്കിക്കോ. 2 ജനുവരി 2014. 2014 ഡേറ്റ് 2014. അപ്പൊ നമ്മുടെ ക്യാഷ് കുറഞ്ഞു, പർച്ചേസ് കൂടി. പർച്ചേസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് കൂടി, ക്യാഷ് കുറഞ്ഞു. അപ്പൊ നമ്മുടെ പർച്ചേസ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് ബ്രാക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ നരേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? പർച്ചേസ് ഓഫ് ഗുഡ്സ് വിത്ത് ക്യാഷ് എത്ര? 20,000 ബ്രാക്കറ്റിൽ നമ്മൾ എഴുതി. ലെഡ്ജർ ഫോളോ നമ്മൾ നോക്കുന്നില്ല. ഡെബിറ്റ് ചെയ്യുന്നത് 20,000, ഡെബിറ്റ് ചെയ്യുന്നത് 20,000. ഇങ്ങനെയാണ് അതിന്റെ എൻട്രി. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. ഫസ്റ്റ് വന്ന എന്താ? അക്കൗണ്ട് ഡേറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഒന്ന് ഗുഡ്സ് ക്യാഷ്, അതിനെയാണ് എന്ത് ചെയ്യുന്നത്? അഫക്ട് ചെയ്യുന്ന അക്കൗണ്ട് അതിനെയാണ് അഫക്ട് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഗുഡ്സ്, രണ്ടാമത്തത് ക്യാഷ്. രണ്ടും അസറ്റാണ്. ഓക്കെ, പർച്ചേസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് എക്സ്പെൻസ് ആണ് പർച്ചേസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്യാഷ് കുറയുന്നു, മറ്റൊരു അസറ്റ് എക്സ്പെൻസ് ആണ് ഓരോ ട്രീറ്റ് അല്ലേ. അപ്പൊ നമ്മളെ ശരിക്കും ഈ ഗുഡ്സ് എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് നമുക്ക് എക്സ്പെൻസ് ആയിട്ടും ട്രീറ്റ് ചെയ്യാം, എന്താ പറയാ അസറ്റ് ആയിട്ടും ട്രീറ്റ് ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ. സോ പർച്ചേസ് എന്ന് പറയുന്നത് അപ്പൊ പർച്ചേസ് അക്കൗണ്ട്, മറ്റേത് ക്യാഷ് അക്കൗണ്ട്. മനസ്സിലായോ? ഇനി മെഷീൻ പർച്ചേസ്ഡ് ഫ്രം വിഭുവിനൊക്കെ 30,000 രൂപയ്ക്ക് എന്ത് ചെയ്തു? ഞാൻ വെച്ചാൽ നോക്കടാ, എന്താണ് അതിന്റെ അർത്ഥം? 4 ജനുവരി 4 മിഷീൻ പർച്ചേസ് ചെയ്തു. ഏതിനൊക്കെ അക്കൗണ്ട് ചെയ്യാം? മിഷനറി അക്കൗണ്ട് ചെയ്തു. ഇങ്ങനെ നോക്കടാ, ആളെ പേര് പറഞ്ഞിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തു എന്ന് പറയുമ്പോഴേ അത് കടത്തിനായിരിക്കും മേടിച്ചിട്ടുണ്ടാവുക. ഇങ്ങനെ മേടിച്ചിട്ടുണ്ടാവുക കടത്തിന്. മനസ്സിലായോ? അപ്പൊ ആളെ പേര് പറഞ്ഞിട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കടത്തിനാണ് മേടിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് നോട്ട് ക്യാഷ് പർച്ചേസ്. അത് ക്യാഷ് പർച്ചേസ് അല്ല. ഓക്കെ, ആളെ പേര് പറഞ്ഞിട്ടുണ്ടോ അതെന്താണ്? ക്രെഡിറ്റ് പർച്ചേസ് ആണ്, കടത്തിന് മേടിച്ചതാണ്. ക്യാഷ് പർച്ചേസ്. ഓക്കെ, അപ്പൊ അതൊക്കെ ആണല്ലോ. പിന്നെ റെന്റ് പെയ്ഡ് ഇൻ ക്യാഷ് വേണമെങ്കിൽ എൻട്രി എഴുതാം. അപ്പൊ അതിന്റെ എൻട്രി എങ്ങനെ എഴുതാം? അവിടെ മെഷീൻ എന്ന് പറയുന്നത് എന്താ? അസറ്റ് ആണ്. അപ്പൊ മെഷീന് കൂടി. വിഭു എന്ന് പറയുന്നത് ലയബിലിറ്റി ആണ്. നമ്മൾ ആവശ്യത്തിന് പൈസ, നമ്മുടെ ബാധ്യത അല്ലടാ വിഭു എന്ന് പറയുന്ന ലയബിലിറ്റി കൂടി. ഇത് ലയബിലിറ്റി ആണ്. കാരണം ലയബിലിറ്റി ആണ് ബാധ്യത. ഇതിന് എത്ര കൊടുക്കണം? 30,000 കൊടുക്കണം. ലയബിലിറ്റി കൂടി. ലയബിലിറ്റി വിഭുവിന് അപ്പൊ ക്രെഡിറ്റ് ചെയ്യണം, മിഷനറി അക്കൗണ്ട് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് എഴുതുന്നത് നോക്കിക്കോ. 1/4/1/2014 എന്താ എഴുതുക? മിഷനറി അക്കൗണ്ട് ഡെബിറ്റ് ടു വിഭു. എത്ര? 30,000. എന്നിട്ട് ആ നരേഷനും കൂടെ എഴുതണം. എന്ത്? പർച്ചേസ് ഓഫ് മെഷീനറി ബ്രാക്കറ്റിൽ എഴുതും. ഓക്കെ, ഇതാണ് ഇത് മൂന്നാമത്തെ എൻട്രി. ഇനി റെന്റ് പെയ്ഡ് ഇൻ ക്യാഷ് കൊണ്ട് റെന്റ് അടച്ചു. ഇപ്പൊ റെന്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് കൂടി, ക്യാഷ് കുറഞ്ഞു, റെന്റ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് കൂടി. എന്നാണ്? ജനുവരി 6. അപ്പൊ എൻട്രി ചെയ്ത 1/6/1
2014 എന്ത് എഴുതും? റെന്റ് അക്കൗണ്ട്, റെന്റ് കൂടിയ എക്സ്പെൻസ് കൂടിയ ഡെബിറ്റ് ആണ്. റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്താ ക്യാഷ് അക്കൗണ്ട്, ക്യാഷ് കുറഞ്ഞ് ക്രെഡിറ്റ് ചെയ്യും. എത്ര രൂപ? എത്ര രൂപയുടെ 10,000 ഡെബിറ്റ്. ഇവിടെ എപ്പോഴും ഡെബിറ്റും ക്രെഡിറ്റും എപ്പോഴും ഈക്വൽ ആയിരിക്കും ഓരോ ട്രാൻസാക്ഷൻ. ഇനി ജനുവരി 8 ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഫ്രം അനിൽ, അനിലിലേക്ക് കടത്തിൽ വരും. അപ്പൊ നമ്മുടെ പർച്ചേസ് എന്ന് പറയുന്നത് എന്താ? ഒരു അസറ്റ് അക്കൗണ്ട് ആണ്, അല്ലെങ്കിൽ അതൊരു എക്സ്പെൻസ് അക്കൗണ്ടാണ്. അപ്പൊ അസറ്റ് കൂടി, പർച്ചേസ് എന്ന് പറയുന്ന അസറ്റ്, ഗുഡ്സ് ഉള്ള നമ്മൾ എടുക്കുന്നില്ല, ഗുഡ്സ് എന്ന അസറ്റ്, അപ്പൊ അസറ്റ് കൂടി. ഈ അനിൽ എന്ന് പറയുന്നത് എന്താ? കടത്തിന് മേടിച്ചത്, അപ്പൊ ലാബിലിറ്റി. കടത്തിന് മേടിക്കുന്നത് എപ്പോഴും ലാബിലിറ്റി കൂടി എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ അനിലിന് ഇവിടെ ക്രെഡിറ്റ് ചെയ്യണം, ആരെ ഡെബിറ്റ് ചെയ്യണം? പർച്ചേസ്. അപ്പൊ എങ്ങനെ എഴുതാം? എന്നാണത്? 8 ജനുവരി. 8/1/2014. ആരെ ഡെബിറ്റ് ചെയ്യേണ്ടത്? പർച്ചേസ്. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ്? അനിലല്ലേ മേടിച്ചത്, അനിലിലേക്ക് അനിലാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. എത്ര രൂപക്കാ? 25,000. ഇത് ബ്രാക്കറ്റിൽ എഴുതുന്നത് പർച്ചേസ് ഗുഡ്സിന് എഴുതുന്നത് 25,000 ഗുഡ്സ്. ഓക്കെ, ആ ട്രാൻസാക്ഷൻ. അപ്പൊ ഇതുവരെയുള്ളതൊക്കെ ഓക്കെ ആണല്ലോ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ റെഫർ ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ, ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ് 40,000. 40,000 രൂപയ്ക്ക് എന്ത് ചെയ്തു? ഗുഡ്സ്. അപ്പൊ നമ്മുടെ ഇവിടെ ക്യാഷ് കൂടിയിട്ടുണ്ടാവും, ക്യാഷ് വന്നിട്ടുണ്ടാവും, ക്യാഷ് കൂടി. അതുപോലെ തന്നെ സെയിലും കൂടി. സെയിൽ എന്താ? ഇൻകം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അത് എന്നാണ്? 10 ജനുവരി. അപ്പൊ എങ്ങനെ എഴുതാം? 10 ജനുവരി 2014. അല്ലെ? ഇവിടെ നോക്കാം, 2 അക്കൗണ്ടിനെ ബാധിക്കുക. അവിടെ നോക്കിക്കോ, ജനുവരി 10 ഉണ്ടാവും. ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ് അല്ല, ക്യാഷും സെയിൽസും. ഒന്ന് ക്യാഷ് കൂടും, അപ്പൊ ഡെബിറ്റ് ചെയ്യണം ക്യാഷ്. സെയിൽസ് ഒന്ന് കൂടും, പക്ഷെ സെയിൽസ് ഇൻകം ആണ്. ഇൻകം കൂടിയ ക്രെഡിറ്റ് ചെയ്യാം. അസറ്റും റവന്യൂ ഇൻകമിന്റെ മറ്റൊരു പേരാണെന്ത്? റവന്യൂ. ഓക്കെ, രണ്ട് ഇൻക്രീസ് ആണ്. ഇപ്പൊ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം, സെയിൽസിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എൻ്റർ ചെയ്യുന്നത് നോക്കിക്കോ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽ. എത്ര രൂപയാണ്? 40,000. 30,000. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി സാലറീസ് പെയ്ഡ് 12,000. അപ്പൊ നമ്മുടെ ഇതിന്റെ ട്രാൻസാക്ഷൻ എങ്ങനെ വരിക? സാലറി പെയ്ഡ് എന്ന് പറയുമ്പോൾ ക്യാഷ് കുറയും അല്ലെ? ക്യാഷ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. സാലറി എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് കൂടി, അപ്പൊ സാലറിനെ ഡെബിറ്റ് ചെയ്യണം. പിന്നെ എന്നാണ് ഡേറ്റ്? ജനുവരി 18. 18/1/2024 അല്ലെ? ക്യാഷ് എന്ത് ചെയ്തു? കുറഞ്ഞു, സാലറി കൂടി. സാലറിയാണ്. അപ്പൊ സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എത്ര? 12,000 ഉണ്ട് അല്ലേ? 12,000. ഓക്കെ, ലാസ്റ്റ് വൺ, ക്യാഷ് വിത്ഡ്രോ ഫ്രം പേഴ്സണൽ യൂസ്. പേഴ്സണൽ യൂസിന് നമ്മൾ വിത്ഡ്രോ ചെയ്യുന്നത് നോക്കണം. വിത്ഡ്രോയിങ് എന്നാണ് പറയാം, വിത്ഡ്രോ ചെയ്യുക. അപ്പൊ നമ്മുടെ 18-ാം തീയതി സാലറി പെയ്ഡ് വെച്ച് ഇവിടെ ലാസ്റ്റ് വൺ ക്യാഷ് യൂസ്. ഇവിടെ വിത്ഡ്രോ ചെയ്ത് ഡ്രോയിങ്സ് എന്നാണ് പറയാം. വിത്ഡ്രോ ചെയ്യുന്നതിന് നമ്മൾ പറയാം ഡ്രോയിങ്. ഇതൊക്കെ നമ്മൾ അടുത്തതിൽ പഠിക്കുന്നുണ്ട്, ഡ്രോയിങ്. അപ്പൊ നമ്മളെ വിത്ഡ്രോ, അതായത് എന്താ ഡ്രോയിങ്സ് പറഞ്ഞാൽ അറിയോ? മുതലാളി, നമ്മുടെ ബിസിനസിന്റെ ഓണർ പേഴ്സണൽ യൂസിന് വേണ്ടി ഗുഡ്സോ പൈസയോ ക്യാഷോ എടുക്കുക. അതിനെ പറയുന്ന പേരാണ് എന്ത്? ഡ്രോയിങ്. എന്താ പറയുന്നത്? ഡ്രോയിങ്സിന്റെ ഡ്രോയിങ്. അപ്പൊ നോക്കട്ടെ, ഇത് രണ്ടെണ്ണം അതിനെ അയക്കുക. ഇവിടെ ക്യാപിറ്റല് ശരിക്കും അയാൾ ബിസിനസ്സിലോട്ട് കൊടുക്കുന്ന ക്യാപിറ്റല്. അപ്പൊ ക്യാപിറ്റൽ ശരിക്കും കുറയല്ലടാ. ഡ്രോയിങ്സ് പറഞ്ഞാൽ ക്യാപിറ്റൽ കുറയല്ലേ? അപ്പൊ ക്യാപിറ്റൽ കുറയുന്നു, അസറ്റും കുറയുന്നു, ക്യാഷ് കുറയുന്നു. ക്യാഷ് കുറഞ്ഞ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ക്യാപിറ്റൽ കുറഞ്ഞ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം.
ക്യാപിറ്റൽ കൂടിയ ക്രെഡിറ്റ് ചെയ്യണം, കുറഞ്ഞ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. ഡ്രോയിങ്സ് എന്താണ്? ഓണർ ബിസിനസ്സിലോട്ട് കൊണ്ടുവന്ന ഇതാണ് ക്യാപിറ്റൽ, ബിസിനസ് തുടങ്ങാൻ വേണ്ടി തുടങ്ങുന്നത്. ഈ ക്യാപിറ്റൽ മൂലധനം എന്നൊക്കെ പറയും. ഇത് കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം, കുറഞ്ഞ ഡെബിറ്റ് ചെയ്യണം. അതായത് ആക്ച്വലി ക്യാപിറ്റൽ പുറകിലോട്ട് വലിക്കണം, ബിസിനസ്സിൽ നിന്ന് എടുക്കണം ആര്? ഓണർ. അപ്പൊ നോക്കണം ആദ്യം എന്ത് ചെയ്യണം? ക്യാപിറ്റൽ കുറഞ്ഞ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ എങ്ങനെ എഴുതാൻ നോക്കിക്കോ. എന്നാണ് അത് എടുത്തത്? ജനുവരി 20. അപ്പോൾ ഫസ്റ്റ് ഡേറ്റ് 20/1/2013. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബ്റ്റർ. എന്താണ് ഡ്രോയിങ്സിനെ ഡെബിറ്റ് ചെയ്തത്? ഡ്രോയിങ്സ് പറയുന്നത് ക്യാപിറ്റൽ കുറക്കുന്ന സാധനം, അതായത് ഓണർ ഇതിന് പൈസ എടുക്കുക, അതിനാണ് ഡ്രോയിങ്സ് ചെയ്യുന്നത്. അപ്പൊ ഡ്രോയിങ്സ് കുറച്ചു. ആര് കുറച്ചു? ക്യാപിറ്റൽ. അപ്പൊ കുറഞ്ഞ ക്യാപിറ്റൽ കുറഞ്ഞ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ക്യാഷ് കുറഞ്ഞു. ക്യാഷ് പറയുന്ന അസറ്റ് അക്കൗണ്ട്, അസറ്റ് കുറഞ്ഞ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ടു ക്യാഷ് അക്കൗണ്ട്. എത്രയാണ് അത് എമൗണ്ട്? 5000. ഇങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ്. ഇത് നമ്മൾ റെക്കോർഡ് ചെയ്തത്. ഇത് റെക്കോർഡ് ചെയ്യാൻ ആക്ച്വലി ചോദിച്ചിട്ടില്ല. ഇപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഓരോന്നിനും അക്കൗണ്ടിങ്ങിൽ പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് മാനറിൽ ഇതെങ്ങനെയാണ് ഇതിന് ഓരോന്ന് കണ്ടെത്തുന്നത് വഴി പറയും. അതാണ് ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എൻട്രീസ് എന്ത് ചെയ്യുന്നത്? ഓഫ് ചെയ്യുന്നതും കാര്യങ്ങളും. അപ്പൊ നോക്കട്ടെ, ഇവിടുന്ന് മനസ്സിലായോ? കണ്ടോ, ഇത് പക്ഷെ അവര് ഏത് അക്കൗണ്ട് അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞോളൂ. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണ് എൻട്രീസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിന്റെ താഴെ ഉണ്ടോ ജേണൽ എൻട്രീസും കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ? ഇത് ഞാൻ ചെയ്തില്ലേ? തന്നെയാണ് തമ്മിൽ ഇവിടെ കൊടുത്തത്. വൃത്തിക്ക് വായിച്ചിട്ട് നല്ല ടൈം എടുത്തിട്ട് നിങ്ങളിത് വായിച്ചു നോക്കണം. എനി ഡൗട്ട് കോണ്ടാക്ട് എനി ഡൗട്ട്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇത് സ്റ്റാർട്ടിംഗ് ആണ്, റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ എഴുതി ഇത് ഉപയോഗിച്ചിട്ടാണ് എല്ലാ കാൽക്കുലേഷൻസും ഒരുപാട് അക്കൗണ്ടുകളും ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇത് ശരിയായിട്ടില്ലെങ്കിൽ ബേസിക് ബുക്ക് കീപ്പിംഗ് ആണല്ലോ. ഇനി അപ്പൊ എൻട്രീസ് ഒക്കെ എങ്ങനെയാണ്, എന്താ കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക്കാണ് കോമ്പൗണ്ട് ആൻഡ് അഡ്ജസ്റ്റ് എൻട്രീസ്. ഓക്കെ, കോമ്പൗണ്ട് ആൻഡ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നമ്മളെ ജേണലിന്റെ പാർട്ട് തന്നെയാണ് കേട്ടോ. ഓക്കെ, കോമ്പൗണ്ട് ആൻഡ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ്. എൻട്രീസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ജേണലൈസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എൻട്രീസ്. The entries that have the learned for a simple and two accounts only. ഓക്കെ, 2 അക്കൗണ്ടിനെ മാത്രം ഇത് ചെയ്യാനാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് റെന്റ് കൊടുക്കുകയാണെങ്കിൽ റെന്റ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. അതെന്ന് പറയുന്നത് ഒരു സിമ്പിൾ എൻട്രി ആണ്. ഓക്കെ, അതിനെ നമ്മൾ സിമ്പിൾ എൻട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ ഇതെന്ന് പറഞ്ഞാല് there can be entries affecting more than 2 accounts. Such entries are called compound or combined entries. ഇവിടെ നോക്കിയേ, ഒരു അക്കൗണ്ട് അല്ല, ഒന്നിലധികം അക്കൗണ്ടിനെ ഇതാക്കുന്നത്. ഫോർ എക്സാമ്പിൾ എന്താ? ഇപ്പൊ നമ്മള് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. സാധാരണ നോക്കണം. അപ്പൊ ഒരാൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു, എത്ര രൂപയ്ക്കെന്ന് അറിയാം? 1,00,000 രൂപ ഫോർ ക്യാഷിനാണ് പർച്ചേസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇതിന് എൻട്രി എന്ത് വരിക? ഫസ്റ്റ് നമ്മൾ ഡേറ്റ് ഇടും, എന്നിട്ട് നമ്മൾ എഴുതും പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് കൂടി. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എത്ര? 1,00,000. 16 അല്ല 1,00,000. ഓക്കെ, 1,00,000 ടു എന്താ? ക്രെഡിറ്റ് ചെയ്യേണ്ട എന്താ? ക്യാഷ് ഇവിടെ കുറഞ്ഞില്ലേ? ടു ക്യാഷ് അക്കൗണ്ട്. ഇവിടെ ഡെബിറ്റ് കോൾ ഉണ്ടാവും, ഇവിടെ ക്രെഡിറ്റ് കോൾ ഉണ്ടാവും. 1,00,000. ഓക്കെ, ഇത് നോക്കട്ടെ, 2 അക്കൗണ്ടിന്. ഇവിടെ 2 അക്കൗണ്ടിനെ ഇത് ബാധിക്കുള്ളൂ. പർച്ചേസ് അക്കൗണ്ടിനെയും ബാധിച്ചു, ക്യാഷ് അക്കൗണ്ടിനെയും ബാധിച്ചു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ 2 അക്കൗണ്ടിനെ മാത്രം ബാധിക്കുന്നതിനെ പറയുന്ന പേരാണ് സിമ്പിൾ എൻട്രി. എന്താണ് സിമ്പിൾ എൻട്രി? ആണ്
രണ്ട് അക്കൗണ്ട് ബാധിക്കാത്ത വേറെ ഏതെങ്കിലും ഉണ്ടോ? ഒരു അക്കൗണ്ടിനെ മാത്രം ബാധിക്കുന്ന എൻട്രി ഉണ്ടാവും. അങ്ങനെ ഒരു എൻട്രി ഉണ്ടാവും. മിനിമം എത്ര അക്കൗണ്ടിനെ ബാധിക്കും? രണ്ട് അക്കൗണ്ടിനെ ബാധിക്കും. അതുകൊണ്ട് ഇതിനെ പറയുന്നത് സിമ്പിൾ ആണ്. ഇനി മോർ ദാൻ 2 അക്കൗണ്ടിനെ ബാധിക്കത്തില്ല. അതിനൊരു എക്സാമ്പിൾ എന്താ? ഇവിടെ ഗുഡ്സ് തന്നെ നമ്മൾ എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു. ഗുഡ്സ് പർച്ചേസ് ചെയ്തു. 1 ലക്ഷം രൂപയുടെ ഗുഡ്സ് പോയി. പക്ഷേ ഈ ഒരു ലക്ഷത്തിൽ ഞാൻ 50,000 കൊടുത്തു. ഓക്കെ, ആരെയൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തത്? അനിലിന്റെയൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തു. അനിൽ. ബാക്കി 50,000 ഞാൻ 2 മാസം കഴിഞ്ഞ് കൊടുക്കും. മനസ്സിലായോ? 1 ലക്ഷം രൂപയുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അതിൽ 50,000 ക്യാഷ് ആയിട്ട് അപ്പം തന്നെ കൊടുത്തു. 50,000 പിന്നീട് കൊടുത്തു. അതായത് അപ്പൊ നോക്കണം, ഇത് ഏതൊക്കെ അക്കൗണ്ടിനെ ബാധിക്കും? ഒന്ന് പർച്ചേസിനെ ബാധിക്കും. പർച്ചേസ് കൂടി. പിന്നെ ക്യാഷ് കുറഞ്ഞു, 50,000 ക്യാഷ് കുറഞ്ഞു. പിന്നെയോ അനിൽ അക്കൗണ്ടിന് ബാധിക്കൂടെ? അനിൽ എന്ന് പറയുന്ന ലയബിലിറ്റി നമുക്ക് കൂടിയില്ലേ? ഇപ്പൊ ഇവിടെ എന്തൊക്കെ ഉണ്ടായത് ഞാൻ പറഞ്ഞുതരാം. പർച്ചേസിന് എന്തുണ്ടായത്? പർച്ചേസ് കൂടി അല്ലെ? എത്ര കൂടി? 1 ലക്ഷം കൂടി അല്ലെ? പർച്ചേസ് എന്ന് പറയുന്ന അസറ്റ് അക്കൗണ്ട് ആണ്. അസറ്റ് കൂടിയാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ പർച്ചേസ് നമ്മൾ ഡെബിറ്റ് ചെയ്യും. പിന്നെ ക്യാഷ് എന്ത് ചെയ്ത്? കുറഞ്ഞു. എത്ര കുറഞ്ഞു? 50,000 കുറഞ്ഞു. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് അക്കൗണ്ട്. അസറ്റ് കുറഞ്ഞ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ. പിന്നെ ആരാണ്? അനിൽ എന്ന് പറയുന്ന ലയബിലിറ്റി. അനിൽ ലയബിലിറ്റി അല്ലേ? ഈ 50,000 നമുക്ക് കൊടുക്കേണ്ടത്, അത് നമ്മളെ ബാധ്യതയല്ലേ? അനിൽ എന്ന് പറഞ്ഞ ലയബിലിറ്റി എന്ത് ചെയ്തു? കൂടി. അനിലിന്റെ ലയബിലിറ്റി എത്ര കൂടി? 50,000 രൂപ എനിക്ക് ബാധ്യത കൊടുക്കും. ലയബിലിറ്റി കൂടി എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഈ 3 അക്കൗണ്ടിനെ ഇവിടെ ബാധിച്ചു. പർച്ചേസ് അക്കൗണ്ടിനെ ബാധിച്ചു, ക്യാഷിനെ ബാധിച്ചു, അനിലിനെ ബാധിച്ചു. അപ്പൊ നമ്മുടെ മോർ ദാൻ 2 അക്കൗണ്ടിനെ ബാധിച്ചില്ലേ? മോർ ദാൻ 2 അക്കൗണ്ടിനേക്കാൾ കൂടുതൽ ബാധിച്ചില്ലേ? 3 അക്കൗണ്ടിനെ ബാധിച്ചില്ലേ? ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, കോമ്പൗണ്ട് എൻട്രീസ്. ഇതെങ്ങനെ എൻട്രി ചെയ്യാൻ നോക്കിക്കോ. ഇങ്ങനെ എഴുതുക. എൻട്രി ഇതിനെ നമ്മൾ കോമ്പൗണ്ട് എൻട്രി എന്ന് പറയുന്നത്. അതായത് 2 അക്കൗണ്ടിനേക്കാൾ കൂടുതൽ ഒരെണ്ണത്തിന് ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെന്ത് പറയും? കോമ്പൗണ്ട് എൻട്രി എന്ന് പറയും. അപ്പൊ ഈ ഒരു എൻട്രി എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യാൻ നോക്കിക്കോ. ഇങ്ങനെ പോസ്റ്റ് ചെയ്യാം. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ എത്ര? 1 ലക്ഷം. ക്യാഷ് അക്കൗണ്ട് എത്രയാണ്? 50,000. അനിൽ അക്കൗണ്ട്. അനിലിനെ ഡെബിറ്റ് ചെയ്യണ്ടേ? ലയബിലിറ്റി കൂടിയില്ലേ? 50,000. അപ്പൊ ഇങ്ങനെയാണ് ഈ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുക? ഈ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുന്നതാ? റെക്കോർഡ് ചെയ്യുന്നത്. ഈ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. ഇവിടെ അനിൽ അക്കൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. വൈ പീസ് കണ്ടോ? ഇവിടെ അനിൽ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി കൂടി 50,000. സോ അതുകൊണ്ട് അനിലിന് നമ്മൾ ഇവിടെ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് കുറഞ്ഞു, ക്രെഡിറ്റ് ചെയ്തു. അല്ല, അനിലിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു, ക്യാഷ് നമ്മൾ കുറഞ്ഞു, ക്രെഡിറ്റ് ചെയ്തു. പിന്നെ പർച്ചേസ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു. പർച്ചേസ് അക്കൗണ്ട് അസറ്റ് ചെയ്ത് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യും. അപ്പൊ കോമ്പൗണ്ട് എൻട്രി എന്താണെന്ന് മനസ്സിലായോ? വിത്ത് സാമ്പിൾ. ഇനി നമുക്ക് അടുത്തൊരു ഏരിയയിൽ പോകാം. എ സിമ്പിൾ ജേർണൽ എൻട്രി കണ്ടെയ്ൻ 1 ഡെബിറ്റ് ഓർ 1 ക്രെഡിറ്റ്. സിമ്പിൾ ജേർണലിന് ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ഉണ്ടാവുള്ളൂ. ബട്ട് ഇഫ് എനി എൻട്രി കണ്ടെയ്ൻ 1 ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ഓർ ബോത്ത് ദ എൻട്രീസ് നോൺ കോമ്പൗണ്ട് എൻട്രി. അതായത് ഒരു ഡെബിറ്റോ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റോ അതിൽ കൂടുതൽ എൻട്രീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കയറി കോമ്പൗണ്ട് എൻട്രി എന്ന് പറയും. ഓക്കെ. കോമ്പൗണ്ട് എൻട്രി ക്യാൻ ബി മെയ്ഡ് ദ ഫോളോയിങ് 3 ways. 3 തരത്തിലാണ് നമുക്ക് കോമ്പൗണ്ട് എൻട്രി ഉണ്ടാവുക. ഒന്ന്, ബൈ ഡെബിറ്റിംഗ് ആൻ അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റിംഗ് മോർ അക്കൗണ്ട്. ഒരു അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, രണ്ടോ അതിലധികമോ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. അങ്ങനെ വരാം. അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒന്നതിലധികമോ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, ഒരു അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. അങ്ങനെ വരാം. ചിലപ്പോൾ രണ്ടും, കുറെ ഡെബിറ്റ്സും വരാം, കുറെ ക്രെഡിറ്റ്സും വരാം. നോട്ട് ഇമ്പോർട്ടൻറ്റ്, ഡെബിറ്റ് വരും. അപ്പൊ അങ്ങനെയൊക്കെ വരാമെന്ന് പറയുന്നത് അത് ചോദിക്കുന്നില്ല. സിമ്പിൾ എൻട്രീസ് ആർ ഇവിടെ ഒരു എക്സാമ്പിൾ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, ഇവരൊരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പൊ നമ്മുടെ സാലറി ടു ക്യാഷ്. സാലറി കൊടുത്തതാ, സാലറി പെയ്ഡ് ഇൻ ക്യാഷ്. എത്ര? 6,000. ഇവിടെ നമ്മുടെ സാലറി ഡെബിറ്റ് ചെയ്തു. വൈ? സാലറി എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് കൂടിയതിനെ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് കുറഞ്ഞതിനെ ക്രെഡിറ്റ് ചെയ്യും. ഈ റെന്റ് അക്കൗണ്ട് എന്താ? റെന്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ ക്യാഷ് ഇവിടെ കുറഞ്ഞു, റെന്റ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ക്യാഷ് കുറയും. 12,000. ഇതിപ്പോ ആക്ച്വലി ഇതൊരു സിമ്പിൾ എൻട്രി ആണ്, ഇത് വേറൊരു സിമ്പിൾ എൻട്രി ആണ് അല്ലെ?
രണ്ടിൽ നോക്കാം, ഇവിടെ ഒരു ഡെബിറ്റ് ഒരു ക്രെഡിറ്റ്, ഒരു ഡെബിറ്റ് ഒരു ക്രെഡിറ്റ്, അല്ലെ രണ്ട് സിമ്പിൾ എൻട്രി. ഞാൻ നോക്കണേ രണ്ട് സിമ്പിൾ എൻട്രിയും പാടെ ജോയിൻ ചെയ്തു രണ്ട് സിമ്പിൾ എൻട്രീസ് ജോയിൻ ചെയ്താൽ എനിക്ക് കോമ്പൗണ്ട് എൻട്രി കിട്ടും. ഓക്കെ, അവിടെ നോക്കിക്കോ, ഇത് രണ്ടും ഞാൻ ജോയിൻ ചെയ്തു, ജസ്റ്റ് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഞാൻ ഇവിടെ നോക്കിയേ കണ്ടോ. ഞാൻ അവിടെ രണ്ട് ഒറ്റ എൻട്രി ആയിട്ട് എഴുതി, സാലറി രണ്ടും പാടെ ഒരുമിച്ചാണ് കൂട്ടിയെന്നുള്ളൂ കേട്ടോ. സാലറി എത്ര, 60,000. രണ്ട് അക്കൗണ്ട് ഇവിടെ ഉണ്ട്, സാലറിയും രണ്ടും ഞാനിവിടെ ഡെബിറ്റ് ചെയ്തു. വൈറ്റ് ഒരു എക്സ്പെൻസ് അക്കൗണ്ട്. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് ഞാനുണ്ടോ ഒരുമിച്ച് എഴുതി, ഇവിടെ രണ്ടും ക്യാഷ് ആണ്, അതുകൊണ്ട് രണ്ടും കൂടെ കൂട്ടിയിട്ട് 18,000 കൊടുക്കുക. ഇതെന്ത് എൻട്രി, കോമ്പൗണ്ട് എൻട്രി, കാരണം ഇവിടെ രണ്ട് ഡെബിറ്റും ഒരു ക്രെഡിറ്റും ഉണ്ട്. മോർ ദാൻ 2 എൻട്രീസ് ഇല്ലേ, അല്ലെങ്കിൽ മോർ ദാൻ അല്ല, ഒരു ഡെബിറ്റ് ഒരു ക്രെഡിറ്റിന് സിമ്പിൾ അങ്ങനെ. അപ്പൊ എന്താ, എപ്പോഴും സിമ്പിൾ എൻട്രീസ് നമ്മൾ ജോയിൻ ചെയ്താൽ നമുക്ക് എപ്പോഴും എന്താ കിട്ടും. ഇതിപ്പോ നോക്കണം, ഇവിടെ നോക്കണം, ഇങ്ങനെ മെർജ് ചെയ്യുമ്പോൾ നോക്കണം കേട്ടോ, ഇവിടെ ഡേറ്റ് രണ്ട് സെയിം ആയിരുന്നു, രണ്ടുപേർക്ക് ഡിഫറെന്റ് ആയിട്ടാണ് ഡിഫറെന്റ് ആയിട്ടാണ് ഇപ്പൊ സിമ്പിൾ എൻട്രി എന്താണ്, കോമ്പൗണ്ട് എൻട്രി മനസ്സിലാവും. ഇനി നോക്കണ കുറച്ച് കാര്യങ്ങളാണ്, നമ്മൾ കുറച്ച് ടേംസുകൾ നമ്മൾ അക്കൗണ്ടിങ് മനസ്സിലാക്കിയിരിക്കുന്ന കുറച്ച് ടേംസ് വേണം. ഫസ്റ്റ് ആണ് ബാഡ് എന്താണ്, ഞാൻ എൻ്റെ ഇതിൽ നമ്മളേക്കത് കുറേ ആൾക്കാർ പൈസ കടത്തിനായിട്ട് നമ്മൾ സാധനം വരും, നമ്മളിങ്ങനെ സാധനം വിറ്റുകൊണ്ടിരിക്കരുത്. അപ്പൊ നമ്മളൊരു ചെറിയ എന്താ പറയാ, ഒരു വില്ലേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ നമ്മളെ കൊണ്ട്. അപ്പൊ നമ്മുടെ കുറേ ആൾക്കാർ പൈസ മേടിച്ചിട്ട്, കുറെ ആൾക്കാർ നമ്മളിതിന് ഒരാൾ 20,000 കടം നമുക്ക് തരാണ്ടെന്ന് വിചാരിച്ചു, നമുക്ക് തരാനുള്ള പൈസ കിട്ടും. അപ്പൊ എങ്ങനെ ഉണ്ടായത്, നമ്മൾ സെയിൽ ചെയ്ത് കുറെ സാധനങ്ങൾ കടത്തിന് സെയിൽ ചെയ്തു, അങ്ങനെ കടത്തിന് പോയിട്ട് ആ കടം തരാനുള്ള ആളാണ്. ഒരു എ എന്ന് പറഞ്ഞ ആൾ 20,000 തരാണ്ട്, ബി എന്ന് പറഞ്ഞ ആൾ ഒരു 30,000 തരാണ്ട്, സി എന്ന് പറഞ്ഞ ആൾ ഒരു 15,000 തരാണ്ട്, അങ്ങനെ കുറെ ആൾക്കാർ തരാണ്ട്. ഇത് ചിലപ്പോൾ കുറച്ച് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇതിൽ സി എന്ന് പറഞ്ഞ ആള് 15,000 തരാനുള്ള ആൾക്കാർ ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ ഇയാൾ പിന്നെ ഇയാളൊക്കെ കിട്ടൂല നമുക്കൊരു തോന്നല്, ഇവിടുന്ന് കിട്ടാൻ മനസ്സിലാവും, കുടുംബത്തിൽ വേറെ തരാനില്ല, കുടുംബക്കാരൊന്നും തരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ കിട്ടാത്ത കടണ്ടല്ലോ, കിട്ടാത്ത കടത്തിന് പറയുന്നത് എന്താ പറയുന്നത്, ബാഡ്. ഈ ബാഡക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ്, നമ്മുടെ ചെലവല്ലടാ, ശരിക്കും നമുക്ക് കിട്ടേണ്ട പൈസ ആയിരുന്നു, കിട്ടിയില്ല, അതൊന്നും ചെലവാണ്. ഇതാണ് ബാഡ്. ഓക്കെ, ഇവിടെ നോക്കടാ, ഒരു എക്സാമ്പിൾ പറയുന്നത്, എ ബിസിനസ് കൺസേർവ് റിസീവ് 8,000 ഔട്ട് ഓഫ് 80,000 ഡ്യൂ ഫോർ ഹരീഷിന്റെ ഒക്കെ 10,000 കിട്ടാനുണ്ടായിരുന്നു, അതിൽ 8,000 കിട്ടുകയും പിന്നെ എനിക്ക് 2,000 തരാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അത് ബാലൻസ്. അപ്പൊ ആ 2,000 എടുത്ത് അതെങ്ങനെയുണ്ട് വരിക, ബാങ്ക് എന്ന് പറഞ്ഞാൽ ക്യാഷ് പോലെ തന്നെ, ബാങ്ക് എന്ന് പറഞ്ഞാൽ ആരെ പോലെ തന്നെയാണ്, ക്യാഷ് പോലെ തന്നെ, ബാങ്ക് പറഞ്ഞാൽ ആരെ പോലെ തന്നെ, ക്യാഷ് പോലെ തന്നെ. അപ്പൊ നോക്കണം, അതായത് ബാങ്ക് എന്ന് പറഞ്ഞാലും അസറ്റ് അക്കൗണ്ട് ആണ്, ക്യാഷ് എന്ന് പറഞ്ഞാലും അസറ്റ് അക്കൗണ്ട്. നോക്കിക്കോ, അപ്പൊ ഇവിടെ നോക്കാം, 8,000 കിട്ടി, 8,000 കിട്ടിയപ്പോൾ ബാങ്ക് ഡെബിറ്റ് ചെയ്യണം, 2,000 വേണം ബാഡക്സ്, അത് കിട്ടാത്ത പൈസ, പിന്നെ ബാഡക്സ് ഇത് എക്സ്പെൻസ് അക്കൗണ്ടാ. എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ ബാഡക്സ് എന്ന് പറയുന്നത് 2,000 ഡെബിറ്റ് ചെയ്തു ടു ഹരീഷ് അക്കൗണ്ട്. ഹരീഷ് എന്ത് ചെയ്തു, ഹരീഷ് 10,000 തരാനുണ്ടായിരുന്നു, ഇയാൾ നമുക്ക് നമ്മുടെ അസറ്റ് ആയിരുന്നില്ലടാ, ഡെപ്റ്റർ ആയിരുന്നില്ലേ. ഇതിൽ പറഞ്ഞാൽ നമ്മൾ ഡെപ്റ്റേഴ്സ് എന്നാ പറയാം. ഡെപ്റ്റേഴ്സ് കുറഞ്ഞ കഴിഞ്ഞാൽ, ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ അസറ്റ് അക്കൗണ്ട് ആണ്, ഡെപ്റ്റർ കുറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഇവിടെ 10,000 ക്രെഡിറ്റ്, അതാണ് ഹരീഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തത്. മനസ്സിലായോ ഈ എൻട്രി, മനസ്സിലായോ ഈ എൻട്രി, മനസ്സിലായോ. ബാങ്ക് എന്നുകൊണ്ട് ഡെബിറ്റ് ചെയ്തു, അസറ്റ് അക്കൗണ്ട് ആണ്, പൈസ കൂടി, ബാങ്ക് എന്ന് പറഞ്ഞാൽ ക്യാഷ് പോലെ തന്നെ, ബാങ്ക് 8,000 കൂടി ഡെബിറ്റ് ചെയ്തു. ബാഡക്സ് എന്നുകൊണ്ട് ഡെബിറ്റ് ചെയ്തു, എക്സ്പെൻസ് അക്കൗണ്ട് ആണ്, എക്സ്പെൻസ് ചെയ്ത് ഡെബിറ്റ് ചെയ്തു. ഹരീഷ് അക്കൗണ്ട് എന്ത് ചെയ്തു, ഹരീഷ് എന്ന് പറയുന്നത് നമ്മളൊരു അസറ്റ് ആയിരുന്നു അല്ലെ, ഡെപ്റ്റർ, നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരൊക്കെ ആ അസറ്റ് ഇനി തരാണ്ടോ, അയാളിപ്പോ തന്നില്ലേ പൈസ, 8,000 തന്നു തരാൻ പറ്റില്ല, 15,000 പിന്നെ പോയി, എന്ത് ചെയ്യും, അത് ക്രെഡിറ്റ് ചെയ്തു. അസറ്റ് കുറഞ്ഞ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യും. അസറ്റ് കുറഞ്ഞ എന്ത് ചെയ്യണം, ക്രെഡിറ്റ്. ഇനി ഡിസ്കൗണ്ട് അലൗഡ് ആൻഡ് റിസീവ്, അടുത്തതാണ് ഡിസ്കൗണ്ട് അലൗഡ് ആൻഡ്. ഇപ്പോ രണ്ട് കേസസിലുണ്ട്, ഡിസ്കൗണ്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടോ. ഓക്കെ, സോ
ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചിലപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് ഇങ്ങോട്ട് കിട്ടും. ഓക്കെ, ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും, ചിലപ്പോൾ ബിസിനസ്സിന് കിട്ടും. ആ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഇൻകമാണ്, നമുക്ക് കിട്ടില്ലടാ, നമുക്കൊരു വരുമാനമല്ലേ. നമ്മൾ ആക്ച്വലി 1 ലക്ഷം രൂപ കൊടുക്കേണ്ടത് 75,000 രൂപയ്ക്ക് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയിട്ട്, അതാണ് 25,000 രൂപ നമ്മൾ ലാഭം. 1 ലക്ഷത്തിന് സാധനം 75,000 രൂപയ്ക്ക് നമ്മൾ ബിസിനസ്സിൽ കിട്ടിയതാണ് 25,000 രൂപയുടെ ലാഭമല്ലേ. അപ്പോൾ ഡിസ്കൗണ്ട് അലൗഡ് നമുക്ക് കിട്ടിയതാണ്. റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മുടെ ഇൻകം, അത് നമ്മുടെ എന്താണ്? ഇൻകം കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇൻകം കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഡിസ്കൗണ്ട് അലൗഡ് നമ്മൾ അലൗ ചെയ്ത് കൊടുക്കും, നമ്മൾ ഡിസ്കൗണ്ട് അങ്ങോട്ട് കൊടുക്കും. ഡിസ്കൗണ്ട് അങ്ങോട്ട് കൊടുക്കാനാണ്. ഇപ്പൊ ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞാൽ രണ്ട് തരം ഉണ്ടാവും. ഡിസ്കൗണ്ട് അലൗഡ് ഇതെന്താ? എക്സ്പെൻസ് അക്കൗണ്ടാണ്. ഇതെന്താ? എക്സ്പെൻസ് അക്കൗണ്ട്. എക്സ്പെൻസ് അക്കൗണ്ട് കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം, കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. ഇനി ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇതെന്ത് അക്കൗണ്ടാണ്? ഇൻകം അക്കൗണ്ടാണ്. ഇൻകം കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യണം, കുറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം. മനസ്സിലായോ? നോക്കിക്കോ, ടു എൻകറേജ് ദ കസ്റ്റമർ ടു പേ ദ എമൗണ്ട്. ഇത് എന്തിനാ വെച്ചാലടാ, നേരത്തെ പൈസ കൊടുക്കാത്ത ആൾക്കാർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഡിസ്കൗണ്ട് എടുക്കുന്നത്. ഇവരോട് പറയും 1 മാസത്തിനുള്ളിൽ പൈസ എത്ര രൂപ ഡിസ്കൗണ്ട് തരാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് അലൗഡ് ക്യാഷ് അക്കൗണ്ട് അതിന്റെ ഡിസ്കൗണ്ട് അലൗഡ്. അപ്പൊ നമ്മളങ്ങനെ ഡിസ്കൗണ്ട് കൊടുക്കും. നമ്മൾ ഡിസ്കൗണ്ട് എടുക്കുന്ന എക്സ്പെൻസ് അക്കൗണ്ട്. അപ്പൊ നമ്മുടെ ക്രെഡിറ്റ് അക്കൗണ്ട്, ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ആരാണോ നമുക്ക് പൈസ തരാനുള്ളത്, തരാനുള്ളവനല്ലടാ പൈസ ഡിസ്കൗണ്ട് എടുക്കുക, അത് തരാനുള്ളത് നമുക്ക് തരാനുള്ള ആൾക്ക് ഉണ്ടാവില്ലേ. അപ്പൊ അതാണ് ക്രെഡിറ്റർ. അപ്പൊ ആ ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് പൈസ തരാനുള്ള ആളാണ്. അപ്പോ അല്ല സോറി, ഇവിടെ ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പൈസ കൊടുക്കാൻ ആള്. അപ്പൊ അയാൾ നമുക്ക് പൈസ കൊടുത്താൽ, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, അനിലാണല്ലേ മറുപടി. നിങ്ങളാണ് ബിസിനസ്. ആരാ ബിസിനസ് ഇവിടെ? നിങ്ങളാണ് ഇവിടെ ബിസിനസ്. ഓക്കെ, ഞാൻ നിങ്ങളുടെ സപ്ലയറാണ്. ഞാൻ നിങ്ങൾ ആരാണ്? സപ്ലയർ. ആരാ ബിസിനസ്? നിങ്ങൾ ബിസിനസ്, ഞാൻ നിങ്ങളെ സപ്ലയർ. ഇവിടെ നിങ്ങൾ എനിക്ക് 1 ലക്ഷം രൂപ തരാം. നിങ്ങൾ എത്ര രൂപ? 1 ലക്ഷം. അതായത് നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ ക്രെഡിറ്ററാണ്. നിങ്ങൾ എനിക്ക് പൈസ തരാം. എത്ര രൂപ? 1 ലക്ഷം. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ പൈസ തരാണെങ്കിൽ, നമ്മൾ സാധനം മുമ്പ് വിറ്റിട്ടുണ്ടായിരുന്നു, ഇപ്പൊ പൈസ തരാണെങ്കിൽ ഞാൻ 5,000 രൂപ ഡിസ്കൗണ്ട് തരും. അപ്പൊ നിങ്ങൾ ആലോചിച്ചത്, ഈ 5,000 എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻകം അല്ലടാ, നിങ്ങൾക്ക് കിട്ടിയ ലാഭമല്ലേ, പ്രോഫിറ്റ് അല്ലേ, അല്ലെങ്കിൽ റവന്യൂ അല്ലേ. അപ്പൊ നമ്മുടെ നിങ്ങൾ ആൾറെഡി എനിക്കൊരു നിങ്ങളുടെ ലയബിലിറ്റി ആയിരുന്നു ഞാൻ അതായിരുന്നു നിങ്ങൾ 1 ലക്ഷം എനിക്ക് തരാണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഈ 1 ലക്ഷം തന്നു കഴിഞ്ഞാൽ ബാക്കി 95,000 രൂപ നിങ്ങൾ ക്യാഷ് ആയിട്ട് തന്നു വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന് എന്താ എൻ്റർ ചെയ്ത? മർസൂഖ് അക്കൗണ്ട് ഡെബിറ്റർ, എന്നെ ഡെബിറ്റ് ചെയ്യണം. കാരണം ഞാൻ 1 ലക്ഷം രൂപ നിങ്ങൾ എനിക്ക് തരാണ്ടായിരുന്നു ലയബിലിറ്റി. നിങ്ങൾ ആ 1 ലക്ഷം അല്ല 95,000 രൂപ തന്നു കഴിഞ്ഞാൽ ഈ 1 ലക്ഷം എന്ന് പറഞ്ഞാൽ ലയബിലിറ്റികൾ കുറയല്ല. ലയബിലിറ്റികൾ കുറഞ്ഞാൽ പിന്നെ നിങ്ങൾ തരാണ്ട് എനിക്ക് ആ ബാധ്യത ഉണ്ടോ? ഇല്ല. അപ്പൊ ആ ലയബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ, ലയബിലിറ്റി കുറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ മർസൂഖ് അക്കൗണ്ട് ഡെബിറ്റർ എത്ര? 1 ലക്ഷം. പിന്നെ ആ 1 ലക്ഷവും തരേണ്ട ആവശ്യമില്ല. 2 ക്യാഷ് കുറഞ്ഞില്ലേ? ഇവിടെ ക്യാഷ് കുറഞ്ഞില്ലേ? എത്ര കുറഞ്ഞേ? 1 ലക്ഷം കുറഞ്ഞു? ഇല്ല, 95,000 ഉള്ളൂ. ബാക്കി ഈ 5,000 എവിടെ പോകും? അതാണ് ഡിസ്കൗണ്ട്. റിസീവ്ഡ് ഡിസ്കൗണ്ട് കിട്ടിയ എത്ര? 5,000. അപ്പൊ ഇതിനെയാണ് എന്ത് പറയുന്നത്? ഇതാണ് ഇങ്ങനെ വരുന്നത്. അപ്പോ നിങ്ങളുടെ ക്രെഡിറ്റർ ആണ് ഞാൻ. ക്രെഡിറ്റർ അല്ലടാ എന്റെയൊക്കെ, ഞാൻ നിങ്ങളുടെ ക്രെഡിറ്റർ അല്ലേ. പിന്നെ നോക്കട്ടെ, ഇവിടെ ക്യാഷ് വരാം അല്ലെങ്കിൽ ബാങ്ക് വരാം. ബാങ്കിൽ കൊടുത്താൽ ബാങ്ക് വരും. പിന്നെ ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഓക്കെ, ഇതല്ല ഇവിടെ കൊടുത്തുള്ളത്. വെറും ഡിസ്കൗണ്ട് അക്കൗണ്ട് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ശരിക്കും ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ബാങ്ക് ക്രെഡിറ്റ് അതിന്റെ കോമൺ ആയിട്ടുള്ള കാര്യം. ഇനി ഡിസ്കൗണ്ട് അലൗഡ്. ഡിസ്കൗണ്ട് നമ്മൾ അലോ ചെയ്യും, നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കാറാണ് നമുക്ക് റെസ്പെക്ട് ഉണ്ട്. അപ്പൊ എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് ഡിസ്കൗണ്ട് ടു കസ്റ്റമർക്ക് ആയിട്ട് ഡിസ്കൗണ്ട് കൊടുക്കും. അതായത് നമ്മുടെ ഡെപ്റ്റേഴ്സ്. മനസ്സിലായോ? ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും ഒക്കെ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായാല് കാര്യങ്ങളായിട്ട് നീറ്റായിട്ട് മനസ്സിലായോ? അതറിയില്ല എന്നുണ്ടെങ്കിൽ ആദ്യം അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയതിനു ശേഷം കണ്ടിന്യൂ ചെയ്യാം. വിത്തൗട്ട് മനസ്സിലാക്കില്ല എന്ത് ചെയ്യില്ല, ഒരു ഇല്ല നടക്കും. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? ബാഡ്.
അല്ല ബാഡക്സ് അല്ല ഡിസ്കൗണ്ട്. ബാഡക്സ് എന്ന് പറഞ്ഞാൽ ബാഡക്സും ഒരു എക്സ്പെൻസ് ഒക്കെ ആണ്. ബാഡക്സ് പറഞ്ഞാൽ എന്താണ്, ആ കടത്തിന് മേടിച്ച കടം മേടിച്ചിട്ട് നമുക്ക് തരാത്ത ആളുകളാണ് ബാഡക്സ്. ഓക്കെ, ഇനി ഇവിടെ വേറെ നോട്ട് പറഞ്ഞാൽ കസ്റ്റമർ ബൈ ലാർജ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് അലോഡ് ചെയ്യും. അല്ല ചിലപ്പോൾ നോക്കണേ കുറെ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കും. സാധാരണ നമ്മൾ ഡെയിലി ലൈഫിൽ കൊടുക്കുന്നല്ലേ. അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് ഈസ് കോൾഡ് ട്രേഡ് ഡിസ്കൗണ്ട്. ഈ ഡിസ്കൗണ്ട് കാണുമ്പോൾ എന്താ പറയാ, ട്രേഡ് ഡിസ്കൗണ്ട്. എന്തിനാണ്, ടു എൻകറേജ് ഹിം ടു ബൈ. എന്തിനാ, കൂടുതൽ മേടിക്കാൻ വേണ്ടി നമ്മൾ പല പല ഡിസ്കൗണ്ട് കൊടുക്കും. അവിടെ വേറെ ഇതുകൂടെ പറയുന്നുണ്ട്. അതായത് സപ്പോസ് ഇത് നമ്മളാണ് അവിടെ, സപ്പോസ് ഇവിടെ നമ്മുടെ വേറെ ഡിസ്കൗണ്ട് ഉണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് വേറെ ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് ഇടാൻ 2 ലക്ഷത്തിൽ 2 രൂപത്തിൽ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. സോ 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്തു, കടത്തിന് എന്തെങ്കിലും സാധനം കൊടുക്കും. ഓക്കെ, എന്റേക്കാണ് നിങ്ങൾ സാധനം മേടിച്ചു 1 ലക്ഷം രൂപ. നിങ്ങൾ അപ്പോൾ പൈസ തന്നില്ല. പിന്നീട് 1 വീക്ക്, ഒരു ആഴ്ചക്ക് ശേഷം നിങ്ങൾ പൈസ തരാന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ഡിസ്കൗണ്ട് തന്നു. എത്ര, 5000 രൂപ ഡിസ്കൗണ്ട് തന്നു. നിങ്ങൾ 95,000 രൂപ തന്നിട്ട് എന്നെ സെറ്റിൽ ചെയ്തു. ഈ ഡിസ്കൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം. കാരണം ഇത് 1 ലക്ഷം രൂപയ്ക്ക് ഞാൻ അപ്പോൾ മേടിച്ചു, പിന്നെ ഒരു വീക്ക് കഴിഞ്ഞിട്ടാണ് ഡിസ്കൗണ്ട്. ചിലപ്പോൾ എന്ത് ചെയ്യും അറിയാ, ഞാൻ നിങ്ങൾക്ക് മേടിക്കുമ്പോൾ തന്നെ 1 ലക്ഷം രൂപയുടെ സാധനത്തിൽ നിന്ന് ഞാൻ അപ്പം മേടിക്കുമ്പോൾ തന്നെ നിങ്ങൾ അവിടെ വന്നിട്ട് നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾ പറഞ്ഞു, ഈ 1 ലക്ഷം രൂപയുടെ സാധനം നിങ്ങളിപ്പോൾ 2 എണ്ണം എടുക്കുന്നെങ്കിൽ 2 ലക്ഷത്തിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 20,000 രൂപ അപ്പം തന്നെ ഡിസ്കൗണ്ട് തരാൻ. അപ്പൊ ഈ 2 ലക്ഷത്തിന് സാധനങ്ങൾ മേടിച്ചു. അപ്പൊ ഞാൻ 2 ലക്ഷം ഡിസ്കൗണ്ട് വന്ന എത്ര, 1,80,000 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ കൊടുക്കുന്ന ഡിസ്കൗണ്ട് ഉണ്ടല്ലോ, അത് റെക്കോർഡ് ചെയ്യാം. മനസ്സിലായോ, ഏത് ഡിസ്കൗണ്ട് അപ്പോ, അതായത് ഒരു കച്ചവടക്കാരന് പോയിട്ട് അപ്പൊ തന്നെ ഡിസ്കൗണ്ട് കൊടുക്കില്ല. അതായത് അവിടുത്തെ സെയില്, ആക്ച്വൽ സെയിൽ എത്ര, 2 ലക്ഷമാണ്. പക്ഷെ ഈ 2 ലക്ഷം എല്ലാം നമ്മൾ സെയിലായിട്ട് കാണിക്കുക, അത് 1,80,000 ജസ്റ്റ് അവിടെ ഒരു നോട്ട് കൊടുക്കുന്നുള്ളൂ. ട്രേഡ്. മനസ്സിലായോ, ശരിക്കും ഒരു ഡിഫറൻസ് ആയിട്ട് മനസ്സിലാക്കണം. ബൈ ഈ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ ഇതിനോട് കൂടെ ചേർത്ത് ബൈ എക്സാമ്പിൾ പറയാം. ജസ്റ്റ് ഇത്ര enter the following transaction in the books of Supriya, the owner of the business. സുപ്രിയാണ് എന്ത്, ഓണർ ഓഫ് ബിസിനസ്. അപ്പൊ മനസ്സിലാക്കണം, സുപ്രിയാണ് ഓണർ. അപ്പൊ സുപ്രിയ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ എന്തായിരിക്കും, ക്യാപിറ്റൽ ആയിട്ട് റിലേറ്റഡ് ആയിരിക്കും. അതിനാണ് ഇവിടെ പേര് വന്നത്. അപ്പൊ സുപ്രിയ ചിലപ്പോൾ വരും. ഫസ്റ്റ് ജനുവരി 8 പർച്ചേസ് ഓഫ് ഗുഡ്സ് 5,000 ഫ്രം സാരിത ഓൺ ക്രെഡിറ്റ്. അതിന്റെ എൻട്രി എന്താ പറഞ്ഞു, ഓരോന്നിന്റെ എൻട്രി നമുക്ക് ഇവിടെ തന്നെ എഴുതാം. നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ എന്തായിരുന്നു ജേണലിന്റെ ഫോർമാറ്റ്. ഫസ്റ്റ് വൺ ഡേറ്റ്, രണ്ടാമത്തത് പെർട്ടിക്കുലർ അല്ലെ, പിന്നെ ലെഡ്ജർ ഫോളിയോ, പിന്നെന്തായിരുന്നു ഡെബിറ്റ്, പിന്നെ ക്രെഡിറ്റ്. ആയിരുന്നല്ലോ ഫോർമാറ്റ്. അവിടെ അതിന് ആൻസർ ഇവിടെ ഉണ്ട്. ഞാൻ പറ്റുന്നിടത്തോളം പറയാം, ആൻസർ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയാണ് എഴുതുന്നത്. എഴുത്തിൽ കാര്യമല്ല, കൺസെപ്റ്റിലാണ് കാര്യം. ഓക്കെ, അപ്പൊ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് നോക്കാം. ഞാൻ ഇതിലൂടെ പറഞ്ഞുതരും. ഓക്കെ, ബാക്കി ഇല്ലുസ്ട്രേഷൻസ് ഇനിയും വരുന്നുണ്ട്. സോ ആ ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ ആര് ചെയ്യേണ്ടി വരും, നിങ്ങൾ ചെയ്യേണ്ടി വരും. ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടായി പറയുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിൽ എൻ്റെ കൂടെ പറയണം കേട്ടോ, എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് മനസ്സിലാക്കിയെടുക്കാൻ. തുടങ്ങാം. ഫസ്റ്റ് വൺ ജനുവരി 8 അപ്പൊ ജനുവരി 8/1/2014 2014. പർച്ചേസ് ഓഫ് ഗുഡ്സ്, കടത്തിന് മേടിച്ചത്. അപ്പൊ പർച്ചേസ് നമ്മുടെ അസറ്റ് അക്കൗണ്ട് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഡെബിറ്റ് ചെയ്യാം. പർച്ചേസ് അക്കൗണ്ട് എന്ത് ഡെബിറ്റ് ചെയ്യാം. സാരിത എന്ന് പറയുന്നത് നമുക്ക് ഈ സാരിതക്ക് ലയബിലിറ്റി ആണ്. ലയബിലിറ്റി കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ സാരിത അക്കൗണ്ട് ഇവിടെ ക്രെഡിറ്റ് ചെയ്യുന്നതാണ് പർച്ചേസ് അക്കൗണ്ട്. എത്ര എമൗണ്ട്, 5,000. എത്ര ഉള്ളൂ, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു സാരിത അക്കൗണ്ട്. എത്ര, ലെഡ്ജർ ഫോർ വന്നിട്ടുണ്ട് 5,000, 50,000 അല്ല 5,000. ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്താ, പർച്ചേസ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. ജസ്റ്റ് നമ്മളെ ക്വസ്റ്റ്യൻ തന്നെ ഇതിൽ എഴുതിയാൽ മതി. ഇതുണ്ടല്ലോ ഈ സാധനം തന്നെ ഇവിടെ നരേഷൻ എന്ന് പറഞ്ഞാൽ ഇത് എന്ത് ട്രാൻസാക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയില്ല. പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം സാരി എന്ന് എഴുതും.
ഞാൻ നോക്കട്ടെ, ഞാൻ ഈ ബാക്കി ഇവിടെ ടെസ്റ്റിലുള്ള ഇതിൽ തന്നെ കാണിച്ചു കേട്ടോ. ഇവിടെ അങ്ങനെയാണല്ലോ എഴുതിയിട്ടുള്ളടാ പർച്ചേസ് അക്കൗണ്ട്. ഈ ക്യൂ ഇവിടെ രണ്ടുവരെ ഇതിൽ എഴുതില്ല, കുറച്ച് പുറത്ത് മാറ്റി എഴുതുന്നത് നല്ലത്. 5000 എന്റെ ഡെബിറ്റ് മറ്റേ ക്രെഡിറ്റ്. എന്റെ ഗുഡ്സ് പർച്ചേസ് ക്രെഡിറ്റ് ഫ്രം സാരിക കിസാൻ ആർഎസ് എഴുതി. ഇനി രണ്ടാമത്തത്, നേഹ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം 4000 ഫ്രം സുപ്രിയ ഓൺ ക്രെഡിറ്റ്. നേഹ എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു ഗുഡ്സ് വേർത്ത് 4000. നേഹ പർച്ചേസ് ചെയ്തു. നേഹ എന്ന് പറയുന്ന ആരോ ഒരാള് ഫ്രം സുപ്രിയ. സുപ്രിയാൻ്റെയൊക്കെ മേടിച്ചു. അപ്പോ ഇത് ആക്ച്വലി സുപ്രിയാണ് എന്ത്? ഓണർ. സുപ്രിയാണ് എന്ത്? ഓണർ. അപ്പോ ഈ സുപ്രിയാൻ്റെയൊക്കെ നേഹ മേടിച്ചു പറഞ്ഞാൽ എന്താ? ഇവിടെ ആക്ച്വലി ഇതൊരു സെയില് നടന്നതല്ലടാ. ഓണർ, നമ്മുടെ ഓണറിന്റെ ഞാനാ സുപ്രിയ എന്ന് വിചാരിച്ചു. എന്റെയൊക്കെ നേഹ വന്ന് മേടിച്ചു. നമ്മള് സുപ്രിയയുടെ അക്കൗണ്ട്, ഞാനാ ബിസിനസ്, ആരും സുപ്രിയയുടെ ബിസിനസ്. അപ്പൊ എന്റെയൊക്കെ വേറൊരാൾ വന്ന് മേടിച്ചാൽ അതെന്റെ സെയിലല്ലടാ. അപ്പൊ ഇവിടെ ആക്ച്വലി പറഞ്ഞ എന്താ? സെയില്. എന്താ? ക്രെഡിറ്റിന് മേടിച്ചത്. ആരെ മേടിച്ചത്? നേഹയാണ് മേടിച്ചത്. അപ്പൊ നേഹ എന്ന് പറയുന്നത് എന്താ? എനിക്ക് പൈസ തരാനുള്ള ആളല്ലേ നേഹ. അപ്പൊ നേഹ എന്ന് പറയുന്നത് നമ്മുടെ ഡെപ്റ്ററാ. നമ്മുടെ പൈസ ഇങ്ങോട്ട് കിട്ടാനുള്ള ആളാണ് ഡെപ്റ്റർ. അപ്പൊ ഡെപ്റ്റർ എന്താ? അസറ്റ്. അസറ്റ് കൂടി, നേഹ കൂടി. നേഹ കൂടിയാൽ, അസറ്റ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം. സെയില് എന്ന് പറയുന്നത് ഇൻകമാണ്. സെയില് കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യണം. സോ അതിന്റെ എൻട്രി എന്തിനാ? നേഹ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽ അക്കൗണ്ട്. നേഹ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽ അക്കൗണ്ട്. മനസ്സിലായടാ? അപ്പൊ നേഹ എന്ന് പറയുന്ന അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം നമ്മുടെ ഡെപ്റ്ററാണ് നേഹ, നമുക്ക് പൈസ തരാനുള്ള ആളാണ് നേഹ. അപ്പൊ നേഹ കൂടി, നേഹ കൂടിയാൽ അസറ്റ് കൂടി, അസറ്റ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യാം. സെയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം അക്കൗണ്ട് ആണ്. ഇൻകം കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യാം. റിസീവ്ഡ് ചെക്ക് ഫ്രം നേഹ ഫുൾ സെറ്റിൽമെന്റ് ഓഫ് 3800 ഡിസ്കൗണ്ട് അലോഡ് 150 റുപ്യ. ആർക്ക് ഡിസ്കൗണ്ട് അലോഡ്? നേഹയ്ക്ക് നമ്മൾ അലോ ചെയ്തു. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതെന്താ? നമുക്ക് എക്സ്പെൻസ്. അപ്പൊ 4000 രൂപ. അപ്പൊ അതിന്റെ എൻട്രി വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബാങ്കില് ഇപ്പൊ ബാങ്ക് അക്കൗണ്ട്, അവിടെ ബാങ്ക് ക്യാഷ് ചെയ്യും. ബാങ്കില് 3850 രൂപ വന്നിട്ടുണ്ട്. കാരണം ബാങ്ക് ആര് ചെയ്തു? ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. ഡിസ്കൗണ്ട് അക്കൗണ്ട് എന്താ പറയുക? ഡെബിറ്റ് ചെയ്തത്. ഡിസ്കൗണ്ട് അലൗഡ് നമ്മൾ കൊടുത്തതാണ്. സോ അത് നമുക്ക് എക്സ്പെൻസ് വന്നാൽ ഡെബിറ്റ് ചെയ്യാം. നേഹ, നേഹ എന്ന് പറയുന്നത് നമ്മുടെ ഡെപ്റ്റർ ആയിരുന്നു, നമുക്ക് പൈസ തരാനുള്ള ആളായിരുന്നു. അപ്പൊ നേഹ എന്ന് പറയുന്ന ഡെപ്റ്റർ കുറഞ്ഞു, അപ്പൊ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, എന്ന ഡേറ്റ്? ജനുവരി 18. ഓക്കെ, ഡേറ്റ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ കുറച്ചൊന്നും മറന്നു കിട്ടും. ഇനി അടുത്തത്, പേയ്മെന്റ് മേടിച്ച് സാരിക 4800 ഡിസ്കൗണ്ട് അലവായി. സാരിത എന്ത് ചെയ്തു? സാരിതാക്ക് ആരാ സാരിത? സാരിതാന്റെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു? കടത്തിന് മേടിച്ചായിരുന്നു 5000 മുമ്പ്, ജനുവരി 8. ആ പൈസ നമ്മൾ എന്ത് ചെയ്തു? 4000 ആയി നമ്മൾ എന്ത് ചെയ്തു? സാരിതാക്ക് പൈസ കൊടുത്തു. എത്ര കൊടുത്തുള്ളൂ? ഒരു 4900 കൊടുത്തുള്ളൂ. 100 റുപ്യ നമുക്ക് ഡിസ്കൗണ്ട് തന്നു. അപ്പൊ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയതാ. ഡിസ്കൗണ്ട് കിട്ടിയതാണെന്നുണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ട് എന്താ? ഇൻകം ആണ്. ഇൻകം. അപ്പൊ സാരിത എന്ന് പറയുന്ന ലയബിലിറ്റി കുറഞ്ഞു. എത്ര കുറഞ്ഞു? സാരിത നമ്മളെ ലയബിലിറ്റി ആയിരുന്നു. കാരണം സാരിതാനൊക്കെ നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അത്ര പൈസ കൊടുക്കണ്ട. അപ്പൊ 5000 തന്നു. ക്യാഷും കുറഞ്ഞു. എത്ര? 4900. അല്ലെങ്കിൽ ബാങ്ക് ഡിസ്കൗണ്ട് അലോഡ്. ഡിസ്കൗണ്ട് ഇവിടെ എന്താ ക്രെഡിറ്റ് ചെയ്തത്? ഇവിടെ നമ്മുടെ ഡിസ്കൗണ്ട് ഇത് രണ്ടും ക്രെഡിറ്റ് ചെയ്താണ്. ഇവിടെ ഡെബിറ്റ് ഒരു അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും ക്രെഡിറ്റ് ചെയ്യാൻ കാരണം എന്താ? ക്യാഷ് കുറഞ്ഞു. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഇൻകമാണ്. കാരണം നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയതാണ്. നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയതാണെന്നുണ്ടെങ്കിൽ അത് ഇൻകമാണ്. അതുകൊണ്ട് ഇവിടെ സാലറി സാരിത അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ക്യാഷും ഡിസ്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ്. ജനുവരി 22, പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം ഫോർ ക്യാഷ് 16 രൂപയ്ക്ക് ക്യാഷ്. ജസ്റ്റ് സിംഗിൾ എൻട്രി എന്താ? പർച്ചേസ് അക്കൗണ്ട് ക്യാഷ്. പർച്ചേസ് അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ട് ക്യാഷ്. പർച്ചേസ് അക്കൗണ്ട് ക്യാഷ് 10000. പർച്ചേസ് അക്കൗണ്ട് എന്താ? അസറ്റ് അക്കൗണ്ട് ആണ്. അസറ്റ് അക്കൗണ്ട് കൂടെ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് കുറഞ്ഞ് 5000. പിന്നെ നരേഷൻ കണ്ടതാ. നരേഷൻ വിട്ടുപോകരുത്. ഇതൊക്കെ നരേഷൻ വരും. ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ തന്നെ എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല സെന്റൻസ്. ആ സെന്റൻസ് തന്നെ എഴുതിയാൽ മതി.
ഈ 24-ാം തീയതി എന്ത് സംഭവിച്ചു? ജനുവരി 24 ഗുഡ് സോൾഡ് ടു കവിത. കവിതയ്ക്ക് കിട്ടി എത്ര? 15,000. ട്രേഡ് ഡിസ്കൗണ്ട് അലൗഡ് ടു ഹെർ. ആണോ? ഇവിടെ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു. ട്രേഡ് ഡിസ്കൗണ്ടും ഈ ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ രേഖപ്പെടുത്തില്ല, ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. 20%, അതായത് 15,000 റുപ്യന്റെ സാധനം 20% പൈസ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിന്റെ 20% എന്ന് പറഞ്ഞാൽ 20/100 പെർസെൻറ്റേജ് പറഞ്ഞാൽ 100. അപ്പൊ നമ്മുടെ 20/100 കൊണ്ട് ഗുണിക്കുക, 0 കട്ടായി. പിന്നെ 150 × 20, 150 × 20 എന്ന് പറഞ്ഞാൽ 1500, 3000 റുപ്യാണ്. 150 × 20, അതായത് 15,000-ന്റെ 20% ആണ്. അപ്പൊ 3000 റുപ്യ. ഈ 20% കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 15,000-ന്റെ 20%. അത് എത്രയാണ്? 3000 രൂപ. അപ്പൊ അതായത് 3000 റുപ്യ ആർക്ക് ഡിസ്കൗണ്ട് കൊടുത്തു? കവിതയ്ക്ക് ഡിസ്കൗണ്ട് കൊടുത്തു. എന്ത് ഡിസ്കൗണ്ട് കൊടുത്തത്? ട്രേഡ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് പറഞ്ഞാൽ ഇത് വാങ്ങുമ്പോൾ തന്നെ നമ്മളാണ് എടുക്കും. ട്രേഡ് ചെയ്യുമ്പോഴുള്ള ഡിസ്കൗണ്ട് ട്രേഡ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് ആ കച്ചവടം നടന്നിട്ടുള്ള ഡിസ്കൗണ്ട്. അപ്പൊ നോക്കട്ടെ, അപ്പൊ ഈ സെയില് നമ്മൾ ഡിസ്കൗണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഈ സെയിൽ എത്ര കാണിക്കുക? അതിന് എൻ്റർ നോക്കുക. കഥ മനസ്സിലായോ? കവിതയ്ക്ക് നമ്മൾ 15,000 റുപ്യ വേണം. എത്ര രൂപയ്ക്ക് എടുത്തു? 20% ഡിസ്കൗണ്ട്. ഇവിടെ ഉണ്ടോ കവിത അക്കൗണ്ട്? കവിത എന്ന് പറഞ്ഞാൽ നമ്മുടെ ലയബിലിറ്റി, എന്താ നമ്മുടെ ഡെപ്റ്റർ. കവിത നമുക്ക് പൈസ തരാണ്ടല്ലോ. അപ്പൊ ഡെപ്റ്റർ എന്ന് പറയുമ്പോൾ ഡെപ്റ്റർ എന്താണെന്ന് അറിയാലോ. അപ്പൊ ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ കവിത കൂടി സെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇൻകം അക്കൗണ്ടാണ്. അപ്പൊ സെയിൽ കൂടി, അപ്പൊ അതിന്റെ ക്രെഡിറ്റ് എത്ര? 12,000 വന്നുള്ളൂ. എന്താ ബാക്കി 3,000 എന്ന് പറയുന്നത് ഡിസ്കൗണ്ട്. പക്ഷെ ഈ ഡിസ്കൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്തോ? ഇല്ല. കാരണം എന്ന് പറയുന്നത് ഇത് ട്രേഡ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. എഴുതി വെച്ചോ, ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. മനസ്സിലായോ? ട്രേഡ് ഡിസ്കൗണ്ട് പറഞ്ഞാൽ എന്താ? ട്രേഡ് നടക്കുമ്പോൾ ഡിസ്കൗണ്ട്. ട്രേഡ് മനസ്സിലായോ? സെയിൽ നടക്കും അപ്പൊ തന്നെ ഡിസ്കൗണ്ട്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ കൊടുത്താണ് സൈഡ്. ഓക്കെ, സൈഡ് അല്ല സൈഡ്. ഓക്കെ, ഇനി ആ പിന്നെ 29-ാം തീയതി പിന്നെ എന്ത് ചെയ്തു? ആ പൈസ കവിത വാങ്ങും. അതാണ് 12,000 വന്നു. അതുകൊണ്ട് ആ ലിസ്റ്റ്. അപ്പോൾ നമ്മൾ പഠിച്ചു സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നാണ് കോംപ്ലിമെന്ററി. കോംപ്ലിമെന്ററി വേറെ ഏതാണ്? കമ്പൈൻഡ്. ഓക്കെ, ഓക്കെ. അടുത്തതാണ് അഡ്ജസ്റ്റിംഗ്. എന്താണ് അഡ്ജസ്റ്റിംഗ്? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കുറച്ച് എന്താ പറയാ മനസ്സിലാക്കേണ്ട കുറച്ച് ഡെപ്ത് ഉള്ള കാര്യം. അല്ലെങ്കിൽ അഡ്ജസ്റ്റിംഗ് എൻട്രി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ടു അണ്ടർസ്റ്റാൻഡ് മോർ കൺസെപ്റ്റ് thoroughly. സോ അഡ്ജസ്റ്റിംഗ് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ